സത്യം പറയടാ, നിനക്കെന്താ പറ്റും? നീ ഇന്നലെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്തുകൊണ്ട് പറയടാ. എടാ ഒന്നുമില്ല, എന്താടാ ഇത്? ഞാൻ എത്ര തവണയാടാ പറയുന്നേ? നീ 1000 വട്ടം പറഞ്ഞാലും എനിക്ക് വിശ്വാസം വരില്ല. സത്യം പറഞ്ഞാൽ നിനക്ക് എന്താ സംഭവിച്ചത്? നീ ഇന്നലെ നല്ല ദേഷ്യത്തിലായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എന്താ നടന്നതെന്ന് സത്യം പറ. ആടാ, ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസം ആവുന്നില്ലെങ്കിൽ വേണ്ട, എനിക്കൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് നീ ടോപ്പിക്ക് മാറ്റാനൊന്നും നോക്കണ്ട. എനിക്കറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പറയാൻ പറ്റില്ല അല്ലെ? ആയിക്കോട്ടെ, ഞാൻ കണ്ടുപിടിക്കാം. ഓ, എന്നാ പോയി കണ്ടുപിടിക്കും. എനിക്കൊരു കുന്തവുമില്ല. അങ്ങനെയാണല്ലേ? എന്തുകൊണ്ട്? അവക്കറിയായിരിക്കും. അവളോട് ചോദിച്ചാൽ മനസ്സിലാവും. ആർക്ക്? വേറെ ആർക്ക്? മീനുന്. അവളെ സംബന്ധിക്കുന്നതല്ലാണ്ട് വേറൊന്നും നിനക്ക് എന്നിൽ നിന്ന് ഒളിപ്പിക്കാനില്ല. സോ എന്തായാലും അതായിരിക്കും കാരണം. ഞാൻ കണ്ടുപിടിച്ചോളാം. ഓ, ആയിക്കോട്ടെ, കണ്ടുപിടിക്കും. എന്താ പിള്ളേരെ രാവിലെ തന്നെ വഴക്കിടുവാണോ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? കോളേജിൽ പോണ്ടേ? അമ്മേ, അവനാ തുടങ്ങിയത്. അല്ല, ഇവനാ. അവനോ ഇവനോ രണ്ടുപേരും മിണ്ടാണ്ട് നിൽക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. ബ്രദേഴ്സ്, വാട്ട് ആർ യു ഡൂയിങ്? ഡാൻസ് കളിക്കുന്നുണ്ട്, കാണുന്നില്ലേ നിനക്ക്? ഇതാണോ ഡാൻസ്? എന്നിട്ട് ഞാൻ ഇങ്ങനെയല്ലല്ലോ പഠിച്ചത്. ഓ മണ്ടൻ, ഇവനെ ഞാനിന്ന്. കാം ഡൗൺ. അത് അവളുടെ കൂട്ടം, അങ്ങനെ വരത്തുള്ളൂ. മാളു, മീനു എവിടെ? അവളെ കാണുന്നേ ഇല്ലല്ലോ. ആ, അവള് ലേറ്റ് ആയിട്ടാ എഴുന്നേറ്റ്. ഇപ്പൊ റെഡി ആവുന്നതേ ഉള്ളൂ. അവൻ ഫുഡ് എടുത്ത് വെക്ക്, അവള് വരും. ആ, എന്റെ മീനുട്ടി, എന്തിനാ മോളെ ഇങ്ങനെ വൈകി എഴുന്നേക്കുന്നേ? പിന്നെ റെഡി ആവാൻ വേണ്ടി ഒറ്റ ഓട്ടോ. കഴിക്കാനൊന്നും വേണ്ടേ നിനക്ക്? അമ്മ സോറി, ഞാൻ സോറി. എനിക്ക് വിശക്കുന്നില്ല. ഞാൻ കോളേജിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഇപ്പൊ തന്നെ ലേറ്റായി. ഞാനേ വേഗം ഒന്ന് പോട്ടെ. എടി പെണ്ണ്, കഴിച്ചിട്ട് പോടി. മീനുട്ടി, എവിടേക്കാടി ഓടുന്നേ? നിനക്ക് ഞങ്ങളോട് ഒന്നിച്ച് പോയാ പോരെ? എവിടേക്ക് തിരക്കിട്ട് പോന്നേ? ഞാനോ നിങ്ങളുടെ കൂടെയോ? നടക്കത്തില്ല, ഞാൻ പോന്നു. രാക്കുട്ടാ, വാ, നമുക്ക് പോവാം. അല്ല അല്ലേ, വേണ്ട, നീ ഇന്ന് ഇവിടെ നിൽക്കേ. അമ്മ ഉണ്ടല്ലോ, അമ്മക്കൊരു കൂട്ടാവുമല്ലോ, അതാ നല്ലത് എനിക്ക്. എന്താ മീനുട്ടി, ഞാൻ ഇന്നലെ വന്നാലേ ഉള്ളൂ. നിനക്ക് എന്നെയും കൂട്ടി പുറത്തേക്കൊക്കെ പോവായിരുന്നു. ഞാനാണെ നാട്ടില് നിന്നെ എവിടേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? ഇടക്കഴുത് മെല്ലെ പറയണ, അങ്ങനെല്ലാം കേട്ട്. നീ എന്താണ് ആക്ഷൻ കാണിക്കുന്നേ? പോടപ്പട്ടി, നീ ഇവിടെ തന്നെ നിക്ക്, ഞാൻ പോണം. ആ, ഇവക്കിതെന്ത് പറ്റി? അമ്മേ, അവക്കെന്താ പറ്റി? അവളുടെ സ്വഭാവം അങ്ങനെ, എപ്പോഴാ എങ്ങനെയാന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി മക്കളെ, പോയിട്ടോ. മോനെ ചന്തു, മാളിന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നാ പറഞ്ഞത്. അവളും മറ്റന്നാള് ബാംഗ്ലൂരിൽ പോകാൻ നിൽക്കുക. അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാ ഒന്ന് അവളെ സഹായിക്കണേ. ഞാനുണ്ടാവും. മാളു, എന്നാ നീ വൈകുന്നേരം ചന്തുവിനോടൊപ്പം പോയാൽ മതി. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നാൽ മതി. ശരി അമ്മ. ചന്തു, എന്താടാ നോക്കി നിക്കുന്നേ? എടാ, അവള് പോവാന്നാ പറയുന്നേ. എനിക്കെന്തോ പറ്റുന്നില്ല. എടാ, ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? നീ എന്തിനാ വെറുതെ വിഷമിക്കുന്നേ? നമുക്ക് എല്ലാം ക്ലിയർ ചെയ്യാലോ. വരുണേ, അവള് എന്റെ അടുത്തുനിന്ന് തൊട്ടടുത്തുനിന്ന് അങ്ങനെ മാറുമ്പോ എനിക്ക് അപ്പൊ തന്നെ ഫീൽ ആവുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ 1 മാസമൊക്കെ അവളെ പിരിഞ്ഞു നിൽക്കുന്നേ? എടാ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നിനക്ക് അത്രമേല് ഫീലിങ്സ് ഉണ്ടെങ്കിൽ നീ പോയി പറ അവളോട്. എടാ, എനിക്ക് പേടിയാ. അത് കൺഫേം ആണോന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. കോപ്പെ, ഞാൻ അതിനു വേണ്ടിയല്ലടാ നിന്നോട് പറയുന്നത്. കുറച്ച് വെയിറ്റ് ചെയ്യാൻ. എന്നിട്ട് നിനക്ക് പറ്റുന്നില്ലല്ലോ. അതല്ലെങ്കിലും എങ്ങനെയാടാ ഞാൻ? എടാ, നിനക്കൊന്നും പറ്റത്തില്ല. വെറുതെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. മിണ്ടാണ്ട് വന്നോ കോളേജിലേക്ക്. ബ്രദേഴ്സ്, ഞാനും വന്നോട്ടെ നിങ്ങളുടെ ഒപ്പം. എനിക്ക് ഇവിടെ ഇരുന്ന ബോറടിക്കും. പ്ലീസ്, ഞാനും വന്നോട്ടെ. എടാ രാകേഷ്, നീ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? മോളേച്ചി, പ്ലീസ് മോളേച്ചി, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ പ്ലീസ്. എനിക്ക് ഇവിടെ ഇരുന്ന ബോറടിക്കും സത്യമായിട്ടും. എടാ, അവിടെ വന്നിട്ട് നീ എന്ത് ചെയ്യാനാ? നിനക്ക് അവിടെയും ബോറടിക്കത്തില്ലേ?
അവിടെ എങ്ങനെ ബോറടിക്കാനാ? അവിടെ മാളേശൊക്കെ ഇല്ലേ? എനിക്കാണെങ്കിൽ സംസാരിക്കാലോ. പിന്നെ അവിടെ കുറെ സ്ഥലങ്ങളുണ്ട്, കറങ്ങാലോ. അതെന്താടാ, മാളുവിന് ക്ലാസ് ഇല്ലാന്നാണോ നിന്റെ വിചാരം? അവൾക്ക് ക്ലാസ് ഉണ്ട്, അവള് ക്ലാസ്സിലിരിക്കും. നിന്നോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടെങ്കിൽ അവൾക്ക് സമയമൊന്നുമില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മാളേച്ചി ഫ്രീ ആവുമ്പോ സംസാരിക്കുന്ന കാര്യം. അതിന് ചേട്ടൻ എന്തിനാ ചൂടാവുന്നേ? മാളേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? എടാ, നീ ഇങ്ങനെ മാളേച്ചി നക്കല്ലേ. ഞാൻ മാളൂന്ന് വിളിച്ചാൽ മതി. എനിക്ക് അങ്ങനെ കേൾക്കാനാ ഇഷ്ടം. അത് പിന്നെ നമ്മുടെ മീനുട്ടിയാ പഠിപ്പിച്ചത്, അതുകൊണ്ട് അങ്ങനെ വരുന്നേ. ഞാൻ മാളൊന്ന് വിളിക്കാം, മതിയോ? ആ, അങ്ങനെ വിളിച്ചാൽ മതി. എന്നാ നീയും കൂടി പോര്, ഞാൻ കമ്പനി തരാം ഫ്രീ ടൈമില്. അതാണ് മാളു. നിന്നെ കൊണ്ട്. ചെറുക്ക, ഒന്ന് നിന്നേ. ചന്തു, നീ മാളിന്റെ ഒന്നിച്ച് പൊക്കോ, ഞാൻ ഇവന്റെ ഒന്നിച്ച് വരാം. എടാ, എന്താടാ നിനക്കെന്താ അവനോട്? ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ അറിയാനാ. എടാ, ചെറുക്കം പോവാന്നാ തോന്നുന്നേ. നീ വെറുതെ വേണ്ട. ആണോ? എന്നിട്ട് കുറച്ച് മുമ്പ് മാളുവിനോട് അവൻ സംസാരിക്കുമ്പോ ഇവിടെ ഒരാൾ നിന്ന് എരിയുന്നുണ്ടായിരുന്നല്ലോ. പറയിക്കണോ എന്നെ കൊണ്ട്? യു കാര്യം, ഞാൻ പോകുന്നു. ഞാൻ എന്തിനാ വെറുതെ? മാളു, നീ എന്താ നിശ്ച? അവനെന്തോ സംസാരിക്കാനുണ്ട്. ഓ രാകേഷ്, ഞാൻ പോട്ടെ. ആ ശരി. എന്താ ഏട്ടാ, എന്താ എന്നോട് പറയാനുള്ളേ? പറയാനൊന്നുമില്ല, ചോദിക്കാനുള്ളേ. ഓഹോ, എന്താണാവോ? നീ നേരത്തെ അവളോട് പറയുന്ന കണ്ടല്ലോ, നീ അവളെ എവിടേക്കൊക്കെയോ കൊണ്ടുപോയിന്ന്. എവിടേക്ക് കൊണ്ടുപോയിന്ന്? ആരെ? മീനുനെ. അത് നമ്മള് കുറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. നമ്മള് ഫ്രണ്ട്സ് അങ്ങനെ കുറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാറൊക്കെ ഉണ്ട്. ഫ്രണ്ട്സോ? ആ, ഞാൻ, രേഷ്മ, വിപിൻ, മാളു, മീനു, പിന്നെ മേഘ, അവരൊക്കെ ഒന്നിച്ച് ഇങ്ങനെ കുറെ പേരായിട്ട് ഞങ്ങളിങ്ങനെ എവിടേക്കെങ്കിലും ട്രിപ്പ് ഇങ്ങനെ പോകും. പിന്നെ ബീച്ചിലൊക്കെ പോകും, കറങ്ങാൻ പോകും, ഐസ്ക്രീം കഴിക്കാൻ പോകും. അങ്ങനെ കുറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ അവളെ എന്നെ കൊണ്ടുപോകാൻ ഇവിടെ സമ്മതിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാ. ഓഹോ, അപ്പൊ കറങ്ങാനൊക്കെ പോവും? യെസ്, ഓഫ് കോഴ്സ്. നമ്മൾ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെയാ ചെയ്യാറ്, സൺഡേ ആണെങ്കിൽ പ്രത്യേകിച്ച്. ഓഹോ, അങ്ങനെയാണല്ലേ. പിന്നെ നിനക്കെങ്ങനെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ? വാട്ട്, ഗേൾ ഫ്രണ്ടോ? എനിക്കോ? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നാലും നിഷ്കളങ്കമായ എന്റെ ഈ മുഖം നോക്കിയിട്ട് എങ്ങനെയാ ചേട്ടാ? എനിക്ക് സങ്കടമായി. ഞാൻ സിംഗിളാ. വാട്ട് ദ ഹെൽ? നീ എന്താ പറഞ്ഞ? നീ സിംഗിൾ ആണെന്നോ? നടക്കത്തില്ല. നീ എത്രയും പെട്ടെന്ന് കമ്മിറ്റ് ആവുന്നത് നല്ലത്. അതെന്താ ചേട്ടാ? അല്ല, ഞാൻ കമ്മിറ്റ് ആയിട്ട് ചേട്ടൻ എന്താ? എനിക്കൊന്നുമില്ല. നീ പക്ഷെ കമ്മിറ്റ് ആവുന്നത് നല്ലത്. അതാ നല്ലത്. എന്തുകൊണ്ടും. ഇല്ലെങ്കിൽ നിന്റെ ആയുസിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. എന്റെ ആയുസ? അതെന്താ ചേട്ടാ? എന്നാരെങ്കിലും കൊല്ലൂന്ന് പറഞ്ഞാർന്നോ? നിന്നെ ആരും പറഞ്ഞിട്ടില്ല ഇതുവരെ. പക്ഷെ മിക്കവാറും ഞാൻ ചെയ്യും അത്. എന്തിന്? ഞാൻ ചേട്ടനോട് എന്ത് ചെയ്തിട്ടാ? മീനോ നീയും തമ്മിൽ എന്താ ബന്ധം? അയ്യോ, ചേട്ടൻ കരുത്തും പോലെ നമ്മൾ തമ്മിൽ ഒന്നുമില്ല. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ. ഞാൻ കരുത്തും പോലെ എന്ന് പറയാൻ ഞാൻ എന്ത് കരുതിയെന്നാ നീ വിചാരിക്കുന്നേ? അല്ല, സാധാരണ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. സത്യമായിട്ടും മീനും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല ആ കണക്കിന്. ചേട്ടൻ വെറുതെ തെറ്റിദ്ധരിക്കണ്ട, ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ, അതാ. എന്നാലേ ഫ്രണ്ട്സ് തമ്മിൽ കീപ്പ് ചെയ്യേണ്ട മാക്സിമം ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്തേ മതിയാക്കും, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. അല്ല ചേട്ടാ, ചേട്ടൻ എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാനും മീനും ഫ്രണ്ട്സായ ചേട്ടൻ എന്താ? ഓ, എനിക്കെന്താന്നോ? എനിക്ക് അതൊന്നും ഇഷ്ടമാവുന്നില്ല. ബിക്കോസ് ഷീസ് മൈ ഗേൾ ഫ്രണ്ട്. നീ ഉള്ളപ്പോഴേ അവൾ എന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി 10:30 കഴിഞ്ഞിട്ട്. എന്തേ? ഇന്നലെയാ? എന്നാലും എന്നോടൊരു വാക്ക് പറയാറുന്നു. മോൻ കണ്ടു പോയേ. ചേട്ടാ, ഇങ്ങനെ വഴക്ക് പറയല്ലേ. ഞാനും മീനും തമ്മിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് എന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നോക്കിക്കോ, എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാ ഞാൻ അപ്പോ ഓടും. പിന്നെ ഈ ഭാഗത്തേക്ക് വരത്തില്ല, നോക്കിക്കോ. പറഞ്ഞില്ലെന്ന് വേണ്ട. എടാ ചെറുക്ക, നീ എന്താണ് എന്തൊക്കെയാ പറയുന്നേ? പോ അവിടുന്ന്, മിണ്ടണ്ട. അയ്യേ, എടാ
എടാ ചെറുക്ക ഒന്ന് നിർത്തിയേ, നീ എന്താ ഈ കാണിക്കുന്നേ? ദേ ഇവിടെ നടന്ന എന്തേലും മാളനോടോ മീനിനോടോ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പിന്നെ ഇവിടെ നിക്കത്തില്ല, നോക്കിക്കോ. ഐഷ്, പറയാൻ പറ്റിയ കാര്യമാണോടാ നീ ചെയ്യുന്നേ? ആണുങ്ങളുടെ വില കളയുമല്ലോ നീ. ഒന്ന് പോ ചേട്ടാ, ആണുങ്ങൾക്ക് എന്താ കരഞ്ഞുവിടാന്നുണ്ടോ? അതില്ല, എന്നാലും ഇത്രയ്ക്കും വേണ്ടായിരുന്നുടാ. പിന്നെ എന്റെ സങ്കടങ്ങളൊക്കെ ആരോട് ഞാൻ പറയും? പറ, ആരോട് പറയും? എനിക്ക് നിങ്ങളെ പോലെ ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ല പറയാൻ വേണ്ടിട്ട്. എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചപ്പോ എല്ലാം കൂടി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ബെസ്റ്റീസാന്ന് പറഞ്ഞ് നടക്കുക. ഞാൻ എങ്ങനെ സെറ്റ് ആക്കാനാ? അതിനിടയ്ക്ക് എന്നോട് കമ്മിറ്റ് ആവാൻ പറയുന്നു. ഞാൻ എങ്ങനെ കമ്മിറ്റ് ആവുന്ന? സോറിടാ, എനിക്ക് അറിയില്ലായിരുന്നു നീ ഇത്രയും വിഷമം കൊണ്ട് നടക്കുന്ന ആളാണ്. ഐ എം സോറി, ഐ എം റിയലി സോറി. ഞാൻ പറയാൻ പാടില്ലായിരുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, എന്നോട് ക്ഷമിക്കേ. ഇപ്പൊ ക്ഷമ ചോദിച്ചിട്ട് എന്തിനാ? ചേട്ടന് പറ്റുമോ എനിക്ക് ഒരാളെ സെറ്റാക്കി തരാൻ? പറ്റുമോ? എടാ നീ എന്നെ കൊണ്ട് മാമ പണിയും ചെയ്യിക്കൂടാ. ഇവിടെ കുറെ പേരുണ്ട്, അവരോട് പറഞ്ഞേക്ക്, അവർ ചിലപ്പോ സഹായിച്ചേക്ക്. എന്നെ വിട്ടേക്ക്. അതെ, എല്ലാരും അങ്ങനെ തന്നെയാ, എല്ലാവർക്കും പറ്റത്തില്ല. ഞാൻ ആരോടാ പറയണ്ടേ? വെസ്റ്റീസിനെ മുട്ടിയിട്ട് ഇവിടെ നടക്കാൻ പറ്റത്തില്ല. ഒരു പെണ്ണെങ്കിലും നടക്കത്തില്ല. എടാ പോട്ടെടാ, സാരം, നിനക്ക് വേണ്ട ആള് നിനക്ക് തേടി വരും. നീ സങ്കടപ്പെടാതിരിക്കേ. ചേട്ടനില്ലേ നിന്റെ കൂടെ? ഇനി വിഷമിക്കല്ലേ. ഉറപ്പാണല്ലോ അല്ലേ ചേട്ടാ, എന്നെ തേടി വരുമല്ലോ? തീർച്ചയായും നിന്നെ തേടി വന്നിരിക്കും, പ്രോമിസ്. എന്നാ ഓക്കെ, എന്നാ നമ്മ പോയാലോ? എവിടേക്ക്? എന്താ ഏട്ടാ ഇത്? എന്നെ തേടി വരുമ്പോ ഞാൻ എവിടെയെങ്കിലും നിക്കണ്ടേ? എനിക്ക് ഇവിടെ നിന്നിട്ട് ആരും എന്നെ തേടി വരും തോന്നുന്നില്ല. നമുക്ക് കോളേജിൽ പോവാം, അവിടെയാണല്ലോ കുറെ ആളുള്ളത്. ഏതായാലും ഞാൻ ഇവിടെ നിൽക്കുമ്പോ ആരെങ്കിലും തേടി വന്നാലോ? ഓ ആടാ, നിനക്ക് വല്ലാത്ത ബുദ്ധിയാ. വാ നമുക്ക് പോവാം. പിന്നല്ല, ഈ രാകേഷ് പണ്ടേ ബുദ്ധിമാനാ. എന്റെ ഭഗവാനെ, താൻ കുഴിച്ച കുഴി താൻ തന്നെ വീഴുമെന്ന് പറയാറുണ്ട്. ഇനി ഇവന് വേണ്ടി കുഴിച്ച കുഴി ഞാൻ വീഴുവോ? എടി മീനുട്ടി, വരുണേട്ട എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ലൈബ്രറിക്ക് പോവാൻ പറഞ്ഞു. വരുണേട്ടനോ? എന്താണാവോ? അതെങ്ങനെ എനിക്കറിയാനാ? നീ ഒന്ന് പോയി നോക്ക്. പിന്നെ ഇന്ന് ഉച്ചതിന് ശേഷം ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞു. എല്ലാവർക്കും വീട്ടിൽ പോവാം. അതെന്താവോ? എന്തോ ടീച്ചേഴ്സ് മീറ്റിംഗ് ആണ് അത്രേ, അതുകൊണ്ട് ക്ലാസ് ആർക്കും ഇല്ല. എല്ലാരും വിടും ഇപ്പൊ. ഓ, എന്നാ നീ പോക്കോ, ഞാൻ ക്ലാസ്സിൽ പോയിട്ട് എല്ലാരോടും ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ. ശരിടി. എന്നാലും വരുണേട്ടൻ എന്നെ എന്തിനാ ലൈബ്രറിയിലേക്ക് വിളിപ്പിച്ചത്? ഇനി ഡ്രാമാസിൽ കാണുന്ന പോലെ ഞാൻ ലൈബ്രറി കയറുമ്പോ പിടിച്ചു വെച്ച് കിസ് ചെയ്യാനായിരിക്കോ? എന്റെ അമ്മ ഓർക്കുമ്പോ തന്നെ റൊമാൻസിഫിക്കേഷൻ. എന്നാലങ്ങനെ നടന്ന എനിക്ക് വയ്യ. വരുണേട്ടാ, എന്തിനാ എന്നെ വിളിച്ചത്? അറിയണം. പിന്നെ അറിയാണ്ട് കോളേജ് വിട്ടു, എല്ലാരും പോകുമ്പോ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? അല്ല, രാവിലെ നിനക്ക് വലിയ ജാടയായിരുന്നല്ലോ, ഒന്ന് സംസാരിക്കാൻ പോലെ നിൽക്കാണ്ട് ഓടിയ പോലെ. ഞാനോ? അങ്ങനൊന്നുമില്ലല്ലോ. സത്യമായിട്ടും അങ്ങനൊന്നും ഉണ്ടായില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നീ എന്തിനാ ഇങ്ങനെ തിരക്കിട്ട് കോളേജിൽ വരുന്നേ? അത് പിന്നെ എന്നത്തെയും പോലെ ഇറങ്ങി ഓടാൻ ശ്രമിച്ചതാ. പക്ഷെ അമ്മ ചോദിക്കുമ്പോഴാ ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചത് അവിടെ തന്നെ ഉണ്ടെന്ന്. പിന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഞാൻ എങ്ങനെ പിന്നെ അവിടെ നിൽക്കുന്നേ? അതാ ഞാൻ ഓടിയത്. ഞാൻ സാധാരണ വേഗം വരുന്നത് മരണത്തിന് കാണാനാ. നീ എന്നെ കാണാൻ വേണ്ടിട്ടാണോ എന്നും ഓടി വന്നത്? Look into my eyes. I love you. I love you too. Can I? കിസ് ചെയ്തോട്ടെ? എന്തോ നിന്റെ ചുണ്ടുകളെ കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നുന്നു. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലാന്ന് പറഞ്ഞു, നിനക്കും ഇല്ലേ? ഓ, എന്നാ എന്റെ കൂടെ വരുന്നു. അത്
അതൊക്കെയുണ്ട്. നീ എന്റെ കൂടെ വരുമോ? അത് പിന്നെ ചന്തുവേട്ടാ, മാളേച്ചി, പിന്നെ അമ്മ അറിഞ്ഞ? ചന്തവും ആണ് ഷോപ്പിങ്ങിന് പോകും. അമ്മ അറിയത്തില്ല. അമ്മക്ക് അറിയില്ലല്ലോ കോളേജ് നേരത്തെ വിടുന്ന കാര്യം. നീ എന്റെ കൂടെ വാ. എവിടേക്കാ? അതൊക്കെ എത്തും മനസ്സിലാവും. നീ വാ.